എല്ലാവർക്കും നമസ്കാരം. ശ്രീമാൻ ശ്രീമതി ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ജസ്റ്റ് അറിയില്ലാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതായത് ഒരു വണ്ടി എങ്ങനെയാണ് നമ്മളൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പാഴ്സലായിട്ട് അല്ലെങ്കിൽ ട്രെയിനിൽ കയറ്റി അയക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ട്രാവൽ ടിക്കറ്റിനൊപ്പം എങ്ങനെയാണ് ട്രെയിനിൽ ഈ വണ്ടി അയക്കുന്നത്, അതിൻ്റെ ചാർജസ് എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള വിശദീകരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഞങ്ങൾ ആന്ധ്രയിലേക്ക് കൊണ്ടുപോയ സ്കൂട്ടർ തിരിച്ച് എറണാകുളത്തേക്ക് കൊണ്ടുവരുമ്പോഴുണ്ടായ എക്സ്പീരിയൻസാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും ജോലി സംബന്ധമായിട്ടും അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടും ഒക്കെ നമുക്ക് നമ്മുടെ സാധാരണക്കാരുടെ വാഹനമാണ് നമ്മുടെ സ്കൂട്ടർ, മോട്ടോർ സൈക്കിളൊക്കെ. ഇത് പലപ്പോഴും നമുക്ക് പല ദിക്കുകളിലേക്കും നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ട്രെയിൻ വഴി എങ്ങനെ നമുക്ക് ഈ ഷിഫ്റ്റ് ചെയ്യാം വളരെ ലോ കോസ്റ്റിൽ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് യാതൊരു തകരാറൊക്കെ വരാതെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ മൊത്തം കാണുക. ഇതിനകത്ത് വിഷ്വൽസിനേക്കാളേറെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഞാൻ പറയുന്ന വിവരങ്ങളൊക്കെ മനസ്സിലാക്കുക. രണ്ട് രീതികളിലാണ് നമുക്ക് ഈ സ്കൂട്ടർ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ ഷിഫ്റ്റ് ചെയ്യാവുന്നത് റെയിൽ മാർഗം. ഒന്ന് പാഴ്സൽ എന്ന് പറയും, രണ്ടാമത് ലഗേജ് ആയിട്ട് കൊണ്ടുപോകുന്ന രീതി. എപ്പോഴും പാഴ്സൽ ആയിട്ട് കൊണ്ടുപോകുന്നതും ലഗേജ് ആയിട്ട് കൊണ്ടുപോകുന്നതും തമ്മിൽ രണ്ടിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. കോസ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ എപ്പോഴും പാഴ്സലായിട്ട് അയക്കുന്നതായിരിക്കും കോസ്റ്റ് എഫക്റ്റീവ് ഉണ്ടാവുക. ഒരു 25% പൈസ കുറവായിരിക്കും പാഴ്സലായിട്ട് അയച്ചു കഴിഞ്ഞാൽ. എന്താണ് ഈ പാഴ്സലായിട്ട് കൊണ്ടുപോകുന്ന രീതിയും ലഗേജായിട്ട് കൊണ്ടുപോകുന്ന രീതിയും എന്നുള്ള ന്യായമായിട്ടുള്ളൊരു സംശയമാണ്. പാഴ്സൽ എന്ന് പറയുന്നത് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഇത് പോയിട്ട് പാഴ്സൽ ഓഫീസിൽ പോയിട്ട് നമ്മളുടെ വണ്ടി അവിടെ ബുക്ക് ചെയ്യുന്നു, ഏത് ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ പറഞ്ഞു കൊടുക്കുന്നു, അതിൻ്റെ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്നു, വണ്ടി റെയിൽവേ ആ പറഞ്ഞ സ്റ്റേഷനിൽ എത്തിക്കുന്നു. അതാണ് പാഴ്സൽ സർവീസ്. അതല്ലാതെ നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ തന്നെ ബ്രേക്ക് വാനിൽ നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മുടെ യാത്രയ്ക്കൊപ്പം തന്നെ നമ്മുടെ സ്കൂട്ടറും റെയിൽവേ ട്രെയിനിൽ കയറ്റി നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്റ്റേഷനിൽ എത്തിക്കുന്ന രീതിയാണ് ലഗേജായിട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത്. ഇങ്ങനെ ലഗേജായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അല്പം ചാർജ് കൂടുതലാണ്, ഒരു 25% കൂടുതലാണെങ്കിലും ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ കയറി ട്രെയിൻ പോയി ഇറങ്ങുന്ന സ്റ്റേഷനിൽ അപ്പോൾ തന്നെ നമ്മുടെ സ്കൂട്ടറും അവിടെ ഇറക്കും എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ അന്ന് തന്നെയോ പിറ്റേ ദിവസമോ ആ സ്റ്റേഷനിൽ പോയിട്ട് ഈ 2 വീലർ നമുക്ക് കൈപ്പറ്റി നമ്മുടെ കാര്യങ്ങൾ നടത്താം. നേരെ മറിച്ച് പാഴ്സലായിട്ടാണ് അയക്കുന്നതെങ്കിൽ ഒരാഴ്ച, 8 ദിവസം, 10 ദിവസമൊക്കെ ചിലപ്പോൾ എടുത്തുനിന്ന് വരും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് നമുക്ക് വണ്ടി എത്താനായിട്ട്. ഞാനീ പറഞ്ഞതൊക്കെയാണ് ഈ ലഗേജായിട്ടും പാഴ്സലായിട്ടും ഒക്കെ വണ്ടി അയക്കുന്നത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അയക്കുന്നതിനുള്ള ഫോർമാലിറ്റി രണ്ട് കേസിലും ഒന്ന് തന്നെയാണ്. നമ്മളുടെ ആധാർ കാർഡ്, RC ഓണറുടെ ആധാർ കാർഡും RC ബുക്കും രണ്ടിൻ്റെയും കോപ്പി, അതേപോലെ വണ്ടിയുടെ മറ്റ് രേഖകൾ, ഇൻഷുറൻസ്, അങ്ങനെയുള്ള രേഖകൾ, ഇതെല്ലാം ഒരു കോപ്പി എടുത്തിട്ട് ഈ ബുക്കിംഗ് ഓഫീസിൽ, പാഴ്സൽ ഓഫീസിൽ അവിടെ കൊണ്ടുപോയി കൊടുക്കുക. അവരൊരു ഫോം ഫില്ല് ചെയ്ത് അവരൊക്കെ ചെയ്തോളൂ. അതൊക്കെ ബ്രോക്കർമാരാണ് ഇതെല്ലാം ഭരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെക്കാൾ കൂടുതൽ അവർ ജസ്റ്റ് ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ബ്രോക്കർമാരെയാണ് നമ്മൾ കാണുന്നത്. അവിടെ ഒരുപാട് പോർട്ടർമാരുണ്ട്. ഈ പോർട്ടർമാരെ പോയി കണ്ടു കഴിഞ്ഞാൽ അവർ കാര്യങ്ങളെല്ലാം ചെയ്യും. കൃത്യമായിട്ട് നമ്മുടെ വണ്ടി പാക്ക് ചെയ്യുന്നത് ഇതെല്ലാം പോർട്ടർമാരാണ്. വണ്ടിയിൽ പെട്രോളൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മളവിടെ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനകത്ത് പെട്രോൾ കംപ്ലീറ്റ് അവർ ഊറ്റിയെടുക്കും. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ച് ലാസ്റ്റ് അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് ഒരു തുള്ളി പോലും പെട്രോൾ ഇല്ലാതെ അവർ പെട്രോൾ കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്തെടുത്ത് അവർ അത് പാക്ക് ചെയ്യും. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് അവർ നമ്മൾ പറയുന്ന ട്രെയിനിലോട്ട് അവർ കയറ്റി വിട്ടുകൊടുക്കും. ഒരു വണ്ടി പാക്ക് ചെയ്ത് അത് നമ്മുടെ വണ്ടിയിൽ കയറ്റിത്തരുന്ന, ട്രെയിനിൽ കയറ്റുന്നതിനുള്ള നിയമപ്രകാരമുള്ള ചാർജ് പോർട്ടർക്ക് കൊടുക്കേണ്ടത് 200 രൂപയാണ്. പക്ഷേ ഓരോ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഓരോ രീതികളാണ്. ഇവിടെ എനിക്ക് ഗുഡിവാഡയിൽ 600 രൂപ കൊടുക്കേണ്ടി വന്നു. പിന്നെ നമ്മളത് കൊടുത്തു പോകും, കാരണം നമ്മുടെ വണ്ടിയാണ്, അവർ നന്നായിട്ട് പാക്ക് ചെയ്യണം, അത് കൃത്യമായിട്ട് ഡാമേജ് ഇല്ലാതെ നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്റ്റേഷനിൽ എത്തണം. അതുകൊണ്ട് നമ്മൾ ആ പൈസ, അവർ ചോദിക്കുന്ന പൈസ കൊടുക്കും. പിന്നെ അത് കൂടാതെ റെയിൽവേയുടെ ഫ്രൈറ്റ് ചാർജ് 1800 രൂപയായി. ഈ ഡിസ്റ്റൻസ് ഗുഡിവാഡയിൽ നിന്ന് എറണാകുളത്തേക്ക് 1200 കിലോമീറ്ററാണ്. അവരുടെ കണക്ക് പ്രകാരം അത് 1800 രൂപയാണ്. ഫ്രൈറ്റ് ചാർജ് എന്ന് പറയുന്നത് വണ്ടിയുടെ വലിപ്പത്തിനും വെയിറ്റിനും അതുപോലെ ഇത് സഞ്ചരിക്കേണ്ട ദൂരം, ഇതൊക്കെ വെച്ചിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
ഡെസ്റ്റിനേഷൻ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കൈപ്പറ്റുന്നതിന് നമ്മൾ ബുക്കിങ്ങിൻ്റെ സമയത്ത് നമുക്ക് പൈസ അടച്ചപ്പോൾ തന്ന ഒരു റിസീപ്റ്റ്, വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്ന റിസീപ്റ്റും പിന്നെ നമ്മളുടെ തിരിച്ചറിയൽ രേഖകളുമാണ്. പിന്നെ വണ്ടി ഡെലിവറി എടുക്കുന്ന സമയത്ത് ഒരു ബേസ് ചാർജ് അവരെടുക്കും. ഈ 2 വീലറിൻ്റെ കേസിൽ 30 രൂപയാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് മേടിച്ചത്. അത് വണ്ടി എത്തി 6 മണിക്കൂറിനുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ചാർജ് ഇല്ല. പിന്നെ ടൈം കൂടുന്തോറും, നമ്മൾ എടുക്കാനായിട്ട് പോകുന്ന ടൈം കൂടുന്തോറും നമ്മൾ കുറച്ച് അതിന് അഡീഷണൽ ചാർജ് വരും. 10%, 20%. ഒരു ദിവസമൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി എമൗണ്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് പോയി നമ്മളുടെ വണ്ടി മേടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.